സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 321 മുതൽ 333 വരെയുള്ള നാമങ്ങളുടെ, അതായത് 13 നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഈ നാമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആത്മീയ യാത്ര ദേവിയുടെ കരുണയിലൂടെ ജ്ഞാനത്തിലേക്കും അവസാനം പരമാനന്ദത്തിലേക്കും എത്തുന്നു എന്നതാണ്. 321 നാമം കാമ്യ. കാമ്യ എന്നത് ആഗ്രഹിക്കപ്പെടുന്നവൾ, ഭക്തർ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നവൾ എന്ന അർത്ഥമാണ് എടുക്കേണ്ടത്. ഇവിടെ കാമം എന്നത് വെറും ഭൗതിക ആഗ്രഹം മാത്രമല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ ഉയരുന്ന എല്ലാ സാത്വികമായ ആഗ്രഹങ്ങളെയും പറയുന്നു. അതുകൊണ്ട് കാമ്യ എന്ന നാമം നമ്മോട് പറയുന്നത് നാം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലുപരി നമ്മുടെ ആഗ്രഹങ്ങളെ ദേവിയിലേക്കുള്ള ആത്മീയ യാത്രയാക്കി മാറ്റണം എന്നതാണ്. ഇനി 322 നാമം കാമകലാരൂപ. കാമകലാരൂപ. കാമകല എന്നത് ശ്രീവിദ്യ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തത്വമാണ്. ഇവിടെ കാമം എന്നത് സാധാരണ ഇന്ദ്രിയവാഞ്ഛയല്ല, സൃഷ്ടിക്കാനുള്ള പരമശക്തിയുടെ ആദി സങ്കല്പം എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. പ്രപഞ്ചം പ്രകടമാകുന്നതിന് മുമ്പ് പരമചൈതന്യത്തിൽ ഒരു സങ്കല്പ ശക്തി ഉദിക്കുന്നു. ആ സൃഷ്ടിശക്തിയുടെ പ്രതീകമാണ് കാമകല. അതിനാൽ കാമകലാരൂപ എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആദി സങ്കല്പ ശക്തി തന്നെയാണ് ദേവിയുടെ രൂപം എന്ന ഗഹനമായ ആശയമാണ് എടുക്കേണ്ടത്. ഇനി 323 നാമം കദംബകുസുമപ്രിയ. കദംബ പുഷ്പം പ്രിയപ്പെട്ടവൾ. കദംബ വൃക്ഷവും അതിൻ്റെ പുഷ്പവും ദേവീ ഉപാസനയിൽ പ്രത്യേക സ്ഥാനമുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ആന്തരിക അർത്ഥവും കൂടി ഉണ്ട്. പുഷ്പം വിരിയുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളിലെ ഭക്തിയും ജ്ഞാനവും ചൈതന്യവും വിരിയണം. അതുകൊണ്ട് കദംബ കുസുമപ്രിയ എന്ന നാമത്തെ ഭക്തൻ്റെ ഹൃദയത്തിൽ വിരിയുന്ന ആത്മീയ പുഷ്പം സ്വീകരിക്കുന്ന അമ്മ എന്നർത്ഥം. ഇനി 324 നാമം കല്യാണി. കല്യാണം നൽകുന്നവൾ, മംഗളസ്വരൂപിണി. ദേവിയുടെ അനുഗ്രഹം വെറും പുറം ലോകത്തിലെ വിജയമായി മാത്രം കാണേണ്ടതില്ല. യഥാർത്ഥ കല്യാണം എന്നത് മനസ്സിൽ സമാധാനം, ചിന്തയിൽ ശുദ്ധി, പ്രവൃത്തിയിൽ ധർമ്മബോധം, ജീവിതത്തിൽ വിവേകം, ആത്മാവിൽ ജ്ഞാനം ഇവയുടെ സമന്വയമാണ്. അതിനാൽ കല്യാണി എന്ന നാമം ജപിക്കുമ്പോൾ ജീവിതത്തിന് യഥാർത്ഥ മംഗളം നൽകുന്ന ശക്തിയെയാണ് സ്മരിക്കേണ്ടത്. ഇനി 325 നാമം ജഗദീകന്ത. ജഗത് കന്ത. കന്ത എന്നത് വേര്, മൂലകാരണം. ഈ ജഗത്തിൻ്റെ മൂലകാരണം തന്നെ ആരാണ്? ദേവി. ഒരു വൃക്ഷത്തിൻ്റെ മുഴുവൻ ശാഖകളും ഇലകളും പൂക്കളും കാണാമെങ്കിലും അതിൻ്റെ ജീവൻ വേരിലാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ അനന്തമായ ജീവജാലങ്ങളും ശക്തികളും ചലനങ്ങളും എല്ലാം ഒരു പരമശക്തിയിൽ അധിഷ്ഠിതമാണ് എന്നർത്ഥം. ഇനി 326 നാമം കരുണാരസസാഗര. ഇത് ഏറ്റവും മനോഹരമായ നാമങ്ങളിൽ ഒന്നാണ്. കരുണ, രസം, സാഗരം. അതെന്താണ്? കരുണയുടെ മഹാസമുദ്രം. സമുദ്രത്തിൻ്റെ അതിരുകൾ കാണാൻ കഴിയാത്തതുപോലെ ദേവിയുടെ കരുണയ്ക്കും അതിരുകളില്ല. ഭക്തൻ പൂർണ്ണനാകുന്നതിനായി കാത്തിരിക്കുന്ന അമ്മയല്ല ദേവി. ഭക്തൻ വീഴുമ്പോഴും അവനെ ഉയർത്തുന്ന മാതൃശക്തിയാണ് ദേവി. അതിനാലാണ് കരുണാരസസാഗര എന്ന പേര് വന്നത്.
ഇനി 327 നാമം കലാവതി, എല്ലാ കലകളുടെയും സ്വരൂപിണി. ഇവിടെ കല എന്നത് സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ മനുഷ്യകലകൾ മാത്രമല്ല, പ്രപഞ്ചത്തെ പ്രകടമാക്കുന്ന വിവിധ ശക്തികളും ജ്ഞാനരൂപങ്ങളും കല എന്ന ആശയത്തിൽ ഉൾപ്പെടുന്നു. അതിനാൽ മനുഷ്യനിലെ കഴിവിനും സർഗശേഷിക്കും പിന്നിലെ ചൈതന്യശക്തിയാണ് ദേവി എന്നർത്ഥം. ഇനി 328 നാമം കലാലാപ, മധുരമായ വാക്കുകൾ സംസാരിക്കുന്നവൾ. ദേവിയുടെ വാക്കുകൾ ജ്ഞാനവും കരുണയും നിറഞ്ഞതാണ്. ഇത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല വാക്ക് ഒരാളുടെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടാക്കാം. ഒരു കടുത്ത വാക്ക് മനസ്സിനെ വേദനിപ്പിക്കുകയും ആവാം. അതുകൊണ്ട് കലാലാഭ എന്ന നാമം മധുരവും കരുണയും സത്യവും നിറഞ്ഞ വാക്കുകളുടെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ഇനി 329 നാമം കാന്ത, സുന്ദരി, ആകർഷകയായവൾ, പ്രിയപ്പെട്ടവൾ. എന്നാൽ ദേവിയുടെ സൗന്ദര്യം ശരീര സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. സത്യം, ജ്ഞാനം, കരുണ, ശാന്തി ഇവയുടെ സൗന്ദര്യമാണ് ദേവിയുടെ യഥാർത്ഥ കാന്തി. ഇനി 330 നാമം കാദംബരി പ്രിയ, കാദംബരി, പ്രിയപ്പെട്ടവൾ. കാദംബരി എന്ന പദത്തിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ദേവീ ഉപാസനയുടെ താന്ത്രിക പശ്ചാത്തലത്തിൽ ഇത് പ്രത്യേക പ്രതീകാത്മക അർത്ഥമാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായും ദേവിയുടെ ആനന്ദ സ്വരൂപവും ഉപാസനാപരമായ ഭാവവും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കാദംബരി എന്ന പേര് വന്നു. ഇനി 331 നാമം വരദ, വരം നൽകുന്നവൾ. ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ദേവി നൽകുന്ന ഏറ്റവും വലിയ വരം എല്ലായ്പ്പോഴും ഭൗതിക സമ്പത്ത് ആവണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും വലിയ വരം ശരിയായത് തിരിച്ചറിയാനുള്ള വിവേകമാകാം, അല്ലെങ്കിൽ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി, മനസ്സിന് സമാധാനം, അതുമല്ലെങ്കിൽ ആത്മജ്ഞാനം. അതിനാൽ ദേവി യഥാർത്ഥത്തിൽ വരങ്ങളുടെ ഉറവിടം തന്നെയാണ്. അതുകൊണ്ട് വരദ. ഇനി 332 നാമം വാമനയന, വാമനയന, ഇടതുവശത്തുള്ള മനോഹരമായ കണ്ണുള്ളവൾ. ദേവിയുടെ കണ്ണുകൾക്ക് ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അമ്മയുടെ ദൃഷ്ടി കരുണയുടെ ദൃഷ്ടിയാണ്. ദേവിയുടെ ഒരു അനുഗ്രഹ ദൃഷ്ടി പോലും ഭക്തന്റെ ജീവിതത്തിൽ ആന്തരികമായ മാറ്റത്തിന് കാരണമാകുന്നു എന്നർത്ഥം. ഇനി 333 നാമം വാരുണി മദവിഹ്വല. വാരുണി ദേവീ ഉപാസനയിലെ ഒരു പ്രത്യേക പ്രതീകാത്മക പദമാണ് ഇത്. മദ, ആനന്ദോന്മാദം, പരമാനന്ദത്തിൻ്റെ ഭാവം. വിഹ്വല, ആ ആനന്ദത്തിൽ ലയിച്ചവൾ. ഇത് സാധാരണ ലൗകിക മദ്യപാനത്തിൻ്റെ അർത്ഥം മാത്രമല്ല. താന്ത്രിക ശാക്ത പാരമ്പര്യത്തിൽ വാരുണി എന്നത് പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ദേവി പരമാനന്ദ ചൈതന്യത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് പറയുന്നത്. സ്വന്തം അനന്തമായ ചൈതന്യാനന്ദത്തിൽ തന്നെ പൂർണ്ണമായി ലയിച്ചിരിക്കുന്ന പരാശക്തി എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ.